അക്ഷയ് എന്നെ ബ്രില്യൻ പെർഫോമൻസ് ആയിരുന്നു അക്ഷയ്. ഇതെങ്ങനെ സാധിക്കുന്നു? പ്രാക്ടീസ് ചെയ്തെടുത്താണ്. പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഏത് ക്ലാസ്സിലാ? ഞാനിപ്പം കൊല്ലത്താണ് ആർക്കിറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കുന്നത്. ഫിലിം ടെക്നോളജി പഠിക്കുന്നത്. ഓക്കെ, സൂപ്പർ. അതായത് ഇങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഒക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണത്തില്ല, ഇങ്ങനെ പിക്ചേഴ്സ് ഇങ്ങനെ മോജ് ചെയ്ത് പോവാ, അങ്ങനത്തെ സാധനമൊക്കെ. അതിൽ നിന്ന് കിട്ടിയ ഒരു ഇൻസ്പിറേഷൻ വല്ലതും? ഇത് ചെയ്തത് റിങ് ജെഡി എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ ഒരു അദ്ദേഹമാണ് ചെയ്തത്. അപ്പം അത് ഇൻസ്റ്റാഗ്രാമിൽ കുറെ ഫ്രണ്ട്സ് ചോദിച്ചായിരുന്നു അത് ചെയ്ത് കാണുന്നു, ജസ്റ്റ് ട്രൈ ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതാണ്. എന്നിട്ട് ഇപ്പൊ പ്രേക്ഷകർ ചോദിച്ചു ഇവിടെ വന്ന് ട്രൈ ചെയ്യുമെന്ന്, അങ്ങനെ ഇവിടെയും ചെയ്തു. പക്ഷെ അക്ഷയ് ഒറ്റയ്ക്കല്ല, ഇനിയാണ് ഈ കഥയിൽ ട്വിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞത്. അക്ഷയോടൊപ്പം ഒരാളും വന്നിട്ടുണ്ട്. ആരാണ് അയാൾ? അനീതിയാണ്. അനീതി എന്താണ് പെർഫോം ചെയ്യുന്നത്? അനീതി ഞാൻ ബീറ്റ് ബോക്സ് ചെയ്യുന്ന ഒരു ഐറ്റം ചെയ്യുന്നുണ്ട്. അപ്പം അവള് പാട്ട് പാടും, അതിനനുസരിച്ച് ഞാനും ബീറ്റ് ചെയ്ത്. നമുക്ക് ആദ്യം അനീതിനെ ഒന്ന് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അനീതിയുടെ പേരെങ്ങനെയാണ്? അക്ഷിത സതീഷ്. വെൽക്കം അക്ഷിത. ഹലോ. അപ്പൊ അക്ഷിത എന്ത് ചെയ്യാണ്? ക്ലാസ്സിലാണോ കോളേജിലാണോ എങ്ങനെയാണ്? പ്ലസ് ടു കഴിഞ്ഞു. പാട്ട് പാടും? ഓക്കെ. നിങ്ങൾ തമ്മിൽ വീട്ടിൽ ഇത് എങ്ങനെയാണ് ഒരു തുടക്കം ഇട്ടത്? എപ്പോഴാണ്? ലോക്ക്ഡൌൺ സമയത്ത് ബീറ്റ് ബോക്സിങ് ആദർശേട്ടൻ്റെ കണ്ടുപിടിച്ചാണ് ബീറ്റ് ബോക്സിങ്. അപ്പം ഞാൻ അതും പ്രാക്ടീസ് ചെയ്തു. എല്ലാം വ്യത്യസ്തമായിട്ട് പോകണമല്ലോ, എല്ലാം വെറൈറ്റി ആയിട്ട് പോകണം. അപ്പം ബീറ്റ് ബോക്സിങ് പഠിച്ചു. അപ്പം അവള് നല്ലൊരു പാട്ട് പാടും. അപ്പോൾ ഞാൻ ചോദിച്ചു അവളുടെ തേടി നമുക്ക് ഒരു വെറൈറ്റി, അതുപോലെ തന്നെ ഒരു വെറൈറ്റി പിടിച്ചാലും നോക്കിയപ്പോഴത്തേക്കിന് അവളോട് ഒരു പാട്ടും പാടി ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടതാണ്. അപ്പം അളിയൻ അപ്പയുടെ മോനുണ്ട്, ഫേസ്ബുക്കിൽ എടുത്തിട്ടായിരുന്നു. അപ്പം അത് അത്യാവശ്യം ഒരു വ്യൂസ് കയറി റീച്ചായി. അപ്പൊ എന്തായാലും ആ പെർഫോമൻസ് ഞങ്ങൾക്കും കൂടെ ഒന്ന് ലൈവായിട്ട് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ഓക്കെ. അപ്പം ആ ബീറ്റ് ബോക്സിൽ ഒരു ഡാൻസും കൂടെ ചെയ്ത് നമ്മളൊരു വെറൈറ്റി നോക്കുന്നുണ്ട്. അത് ഒരു ശ്രമമാണ്, ജസ്റ്റ് ഒരു പ്രാക്ടീസ് ചെയ്തോളൂ. ശരി, നിങ്ങൾ പെർഫോം ചെയ്തോ, ഞാൻ അവിടെ നിന്ന് കാണാം. ഓക്കെ. धीमी 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 दा 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 പണ്ടല്ലേറെ മുമ്പല്ലെന്ന വെള്ളം വന്ന നേരത്ത് അന്തം വിട്ട് നിന്നു നമ്മളം പോവാകെ ബേജാറ്. പണ്ടല്ലേറെ മുമ്പല്ലെന്ന വെള്ളം വന്ന നേരത്ത് അന്തം വിട്ട് നിന്നു നമ്മളം പോവാകെ ബേജാറ്. ചങ്കും കൊണ്ട് ചങ്ങാടങ്ങൾ ഉണ്ടാക്കിയിട്ട് വന്നത്, ചങ്കും കൊണ്ട് ചങ്ങാടങ്ങൾ ഉണ്ടാക്കിയിട്ട് വന്നത്, പിള്ളേരാണ് പിള്ളേരാണ് കട്ടയ്ക്കന്ന് നിന്നത്. ദിമി ദിമി ദിമിത 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 ദിമി ദിമി ദിമിത. ആടും മാടും ആളും മീനു പോലെ നീന്തി പോവണ, കുന്നും വീണു മുങ്ങിത്താണു പോയേ വീടും മാടവും. ആടും മാടും ആളും മീനു പോലെ നീന്തി പോവണ, കുന്നും വീണു മുങ്ങിത്താണു പോയേ വീടും മാടവും. പയ്യും ദാഹമോടെ നമ്മൾ പയ്യെ പയ്യെ വീഴവേ, പയ്യും ദാഹമോടെ നമ്മൾ പയ്യെ പയ്യെ വീഴവേ, പിള്ളേരാണ് പിള്ളേരാണ് കട്ടയ്ക്കന്ന് നിന്നത്. ദിമി ദിമി ദിമിത 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 ദിമി ദിമി ദിമിത. അടിപൊളിയായിട്ട് പാടി. സൂപ്പർ സൂപ്പർ സൂപ്പർ. കിടുക്കി കേട്ടോ, അടിപൊളിയായിരുന്നു. ഇതിനിടയ്ക്ക് എന്തോ ഡാൻസ് എന്തോ പറഞ്ഞില്ലായിരുന്നോ? മുക്കാല എന്ന പാട്ടിന്റെ ഡാൻസ് സ്റ്റെപ്പ് ചെയ്തത്. അതാരാ ചെയ്യുന്നേ? ഞങ്ങൾ ഒന്നിച്ച്. അവള് പാട്ട് പാടും, ഞാൻ ബീറ്റ് ഇട്ടുണ്ട് ഡാൻസ് ചെയ്യും. ഓ ആണ്, ഷീസ് ഗോണ സിംഗ് ആൻഡ് യു ഗോണ ഡാൻസ്. ഓക്കേ. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല നമുക്കത് കണ്ടു നോക്കാം. ഓക്കേ. യാ. ജുറാസിക് പാർക്കിൽ ഇன்று സുഖமான ജോഡികൾ ജാസ് മ്യൂസിക് പാടി വരുത്. ഉൾവായിൽ കൽപ്പട്ടതും തേവായിൽ കൈതൊട്ടതും ലവ് സ്റ്റോറി കിക്കാകത് മിക്കാകത്. நம் காதல் யாருமே எனதால பாடல முக்காலா முக்காப்பில்லா லைலா ஓ லைலா முக்காப்பில்லா சொக்காமல்லா லைலா ஓ லைலா.
എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഗംഭീരമായിട്ട് ചെയ്തിരുന്നു. ഒരൊറ്റ കുറവുണ്ടായിരുന്നു, മറ്റേ ബുക്കാബുല എന്നുള്ളത് ഞാനും പക്രചേട്ടനും വേണമെങ്കിൽ അത് പാടി സെറ്റ് ആക്കായിരുന്നു അല്ലേ പക്രചേട്ടാ? അത് വേണ്ടായിരുന്നു. അതിനാ നമ്മൾ രണ്ടുപേരും മുക്കാലിട്ട ഇവര് പൊങ്കാലയിടും. എന്തായാലും ആദിത്യ റിങ്ങിൽ തുടങ്ങി ഞങ്ങളെ ഭയങ്കര എക്സൈറ്റിംഗ് ആക്കിയതാണ്. ഇനി ഞാൻ മിണ്ടാടിരുന്നത് നമുക്ക് നമ്മുടെ മാസ്റ്റേഴ്സിനോട് ചോദിക്കാം. നാദിക മോനെ, നല്ല രസമുണ്ടായിരുന്നു. നിനക്ക് നല്ല ഗംഭീര ഒരു ആക്ടർ, ഒരു ആർട്ടിസ്റ്റ് നിനക്ക് നിന്റെ ഉണ്ട്. നീ നല്ല ആക്ടറാണ്, നല്ല സിംഗറാണ്, നല്ല റിതം സെൻസിൻ്റെ അതെല്ലാം കൂടി ഒത്തിണങ്ങി കിട്ടുക എന്ന് പറയുന്നത് അപൂർവമായിട്ട് കിട്ടുന്നതാണ്. പിന്നെ ഈ നിങ്ങൾ ചെയ്യുന്ന പല ഐറ്റംസ് നമ്മൾ ഇൻസ്റ്റയിലൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഈ കണ്ടു കഴിയുമ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മളത് ആക്കിയെടുക്കുക എന്ന് പറയുന്നത് വേറെ കഴിവാണ്. പിന്നെ മോളെ നന്നായിട്ട് പാടിയിട്ടാ. ആ ആങ്ങളെയും പെങ്ങളും ആ കോമ്പിനേഷൻ, നിങ്ങളത് വീട്ടിൽ നിന്ന് അത് പ്രാക്ടീസ് ചെയ്യുക, ആ ഒരു ഒത്തൊരുമ, ഇതൊക്കെ എത്ര വർഷം കഴിഞ്ഞാലും ജീവിതത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും ഈ ഒരു സ്നേഹബന്ധം, ഈ ഐക്യം നിലനിൽക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. അക്ഷയ് പൊളിച്ചടുക്കി കളഞ്ഞു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിന്റെ മൂമെന്റ്സാണ്. നീ എന്ത് ചെയ്താലും അതിനൊരു അഴകുണ്ട്. ഓരോ ചുവടെടുത്ത് വെക്കുന്നതിനും എന്ത് ചെയ്താലും അതിനൊരു പെർഫെക്ഷൻ ഉണ്ട്. അതൊരു തികഞ്ഞ കലാകാരന് കിട്ടുന്ന ഒരു എന്താ പറയുന്നത്, ദൈവദത്തമായൊരു സിദ്ധിയാണ്. രണ്ടുപേരുടെ ഉള്ള ആ പെർഫോമൻസ് ഉണ്ടല്ലോ, അത് ഗംഭീരമായെന്ന് പറയാം. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ശരിക്കും ഷോക്കായിപ്പോയി. കാരണം ഇതിനു വേണ്ടി തന്നെ ചെയ്ത പോലത്തെ ഒരു പാട്ടും ഇതിനാണ് അത്ര ജോയിൻ്റായിട്ട് നല്ല ഗംഭീര ഫീലായിരുന്നു. നല്ല വോയിസാണ് മോളുടെ. താങ്ക് യു. അപ്പോൾ എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ള പാട്ടുകളൊക്കെ നിങ്ങൾക്ക് ഇനിയും ചിട്ടപ്പെടുത്തി ഇതുപോലെ ചെയ്താൽ കൂടുതൽ റീച്ചിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് നിങ്ങളുടെ ഈ കോമ്പിനേഷൻ. അപ്പോൾ ഈ ഡാൻസ് ചെയ്തില്ലേ, അതുപോലത്തെ കുറച്ച് നാടൻ സ്റ്റെപ്പും കാര്യങ്ങളും എല്ലാം കൂടെ ഉള്ളത് കൊണ്ട് അത് വെച്ച് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. നിങ്ങൾക്ക് വേണ്ടി തന്നെ വ്യൂവേഴ്സ് കാത്തിരിക്കും. താങ്ക് യു സോ മച്ച്. യെസ് ചേച്ചി. നന്നായിരുന്നു മക്കളെ, മോള് നന്നായിട്ട് പാടി. എന്തായാലും ഓൾ ദി ബെസ്റ്റ് കേട്ടോ, നന്നായിരിക്കട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും പുതിയത് ഇനിയും കൊണ്ടുവരിക, കാരണം അതിനുള്ള കഴിവുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ടാണ് വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഈ കോമ്പിനേഷൻ എന്നും ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. എൻ്റെ അല്ല, ഞാനില്ല, നിങ്ങൾ തമ്മിൽ മതി കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ഡീല് ഉറപ്പാക്കാം. എത്രയാണ് ഇവർക്ക് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ റേറ്റിംഗ്? ബീറ്റ് വേണം, ബീറ്റ് ഹാർട്ട് ബീറ്റ്. 1 2 3 4 4 star! Yeah!